യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വളരെ കുറേ ദിവസങ്ങളായി നമ്മൾ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവരാജ്യം എന്നുള്ള വിഷയത്തിന്റെ പ്രാധാന്യം ഞാൻ പലതവണയായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പ്രാധാന്യം കൊടുത്തതായ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയമായിരുന്നു. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ആത്മീയ ദൈവരാജ്യത്തെ സ്ഥാപിക്കുകയും അതുവഴി കർത്താവ് സാക്ഷാൽ ദൈവരാജ്യം എന്നുള്ളതായ ആ ചിന്തയിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നടത്തുക എന്നുള്ളതുമാണ്. ആത്മീയ ദൈവരാജ്യത്തിലേക്ക് വന്നവരായ ആളുകൾ എല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് സാക്ഷാൽ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് ആത്മീയമായി ദൈവരാജ്യത്തിലേക്ക് വരാത്തവരായ ആളുകൾ, അതേപോലെ തന്നെ സാക്ഷാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരായ ആളുകൾ, അവർ ആത്മീയ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണം. ആത്മീയ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ ഉടമസ്ഥൻ, അതേ ദൈവരാജ്യത്തിലെ രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അവർ ആത്മീയമായി ഹൃദയത്തിൽ അവർ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുകയും എന്ന് മാത്രമല്ല, ഇന്ന് ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ആ ആത്മീയ ദൈവരാജ്യത്തിൽ ജീവിക്കുകയും ചെയ്യണം. ആത്മീയ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ്? ആത്മീയ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ എന്താണ്? ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചിന്തിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സന്ദേശം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് നിങ്ങൾക്ക് ആ സന്ദേശം കേൾക്കുവാൻ കഴിയുമെന്നുള്ളത് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചതായ വിഷയം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ്. യേശുക്രിസ്തു വളരെ വ്യക്തമായി സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു ഉപമയായി അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധി ഇല്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ സവിസ്തരമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ദൈവരാജ്യം എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ടതായ 10 കന്യകമാരുടെ സദൃശ്യം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ 10 പേരിൽ 5 പേര് മാത്രമേ വിളക്കോടുകൂടെ എണ്ണ എടുത്തുള്ളൂ. ബാക്കിയുള്ളവർ അന്നേരം നിലവിലിരുന്നതായ ആ എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കണക്ക് കൂട്ടിയവരായ ആളുകളാണ്. ഈ 10 കന്യകമാരിൽ കർത്താവ് യേശുക്രിസ്തു രണ്ടായിട്ട് അവരെ വിഭജിക്കുന്നു. രണ്ടായിട്ട് വിഭജിക്കാൻ കാരണം അവരുടെ പ്രവൃത്തി നിമിത്തമാണ്. അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് 5 പേര് വിളക്കെടുത്തപ്പോൾ വിളക്കോടുകൂടെ അവർ എണ്ണയെടുത്തു, അവർ ബുദ്ധിയുള്ളവർ എന്ന് യേശു അവരെ വിളിച്ചു. രണ്ടാമത്തെ കൂട്ടർ, അവർ വിളക്കെടുത്തപ്പോൾ വിളക്കോടുകൂടെ എണ്ണയെടുത്തില്ല. അവർ ചിന്തിച്ചു കാണും, ഞങ്ങൾക്ക് ഈ ഒരു അളവ് എണ്ണ മാത്രം മതി, കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മണവാളൻ എത്രയും വേഗം വരുമെന്ന്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഒരുപക്ഷെ കർത്താവ് പ്രവചനീകമായിട്ട് കൂടെ സംസാരിക്കുക. ഇന്ന് ഈ കാലത്ത്, നമ്മുടെ ഈ കാലത്ത് സംഭവിക്കാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയായ ദൈവസഭ, അതായത് ആത്മീയ ദൈവരാജ്യത്തിലേക്ക് വന്നവരായ ആളുകൾ, അവർ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ 2 മനോഭാവമുള്ള ആളുകൾ ഇന്ന് ദൈവസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് യേശു ഇവിടെ വ്യക്തമായി പറയുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന് ആത്മീയ ലോകത്ത് ഇപ്രകാരം തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഇന്ന് വളരെ അധികമാണ് എന്നുള്ളതും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ അവസാനമായി വായിച്ചതായ വാക്യം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 5-ാം വാക്യമായിരുന്നു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അവിടെ നിന്നും നമ്മൾ കൂടുതൽ വിശാലമായ ഇന്ന് ദൈവസഭ നേരിടുന്നതായ, അല്ലെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കുന്നതായ ചില പ്രശ്നങ്ങൾ, സഭയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, നമ്മളുടെ ആത്മീയമായ പുരോഗതിക്ക് തടസ്സമായ ചില വിഷയങ്ങൾ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് വചനത്തിൽ നിന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേവലം ഇത് സംസാരിക്കുക മാത്രമല്ല, എപ്രകാരം ഈ വിഷയങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും,
ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് വളരെ വ്യക്തമായി ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ 10 കന്യകമാർ ഉറങ്ങിയതുപോലെ, അതായത് ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമായ ഈ കന്യകമാർ ഉറങ്ങിയതുപോലെ, ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ആത്മീയ ദിവ്യരാജ്യത്തിലായിരിക്കുന്ന പലരും ഉറക്കത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത സത്യമായി നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. അത് സംബന്ധിച്ച് ചില വാക്യങ്ങളാണ് ഞാൻ ഇന്നു മുതൽ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെയേറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നുവല്ലോ. ഇന്ന് നമ്മൾ പ്രാരംഭമായിട്ട് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഇന്നത്തെ ഈ സന്ദേശം നമ്മൾ സാധാരണയായി സംസാരിക്കുന്ന സമയത്തിന് അപ്പുറം പോവുക എന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും അത് അവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, അടുത്ത ദിവസം നമ്മൾ അതിന്റെ തുടർച്ചയിലേക്ക് കടക്കുന്നതാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 5-ാം വാക്യം: നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദഭാഗത്തിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള, യോജ്യമായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ച 1 തെസ്സലോനിക്കർ 5-5 മുതലുള്ള വാക്യങ്ങൾ. നോക്കണേ, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ താൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളാണ്. വെളിച്ചത്തിന്റെ മക്കൾ എന്ന് മാത്രമല്ല, നിങ്ങൾ പകലിന്റെ മക്കളും ആകുന്നു. ഈ വെളിച്ചം, പകല് എന്നൊക്കെ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നുണ്ട്. വെളിച്ചം അഥവാ പകലിൽ നമ്മൾ പ്രവർത്തിക്കുന്നതായ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ സുബോധമുള്ളവരായിരിക്കും. എല്ലാ കാര്യത്തിലും നമ്മൾ സുബോധമുള്ളവരായിരിക്കും. നമ്മുടെ പണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമ്മൾ സുബോധമുള്ളവരായിരിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കളാണെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള സുബോധമുള്ളവരായിരിക്കും. പഠിക്കുന്നതിനെ കുറിച്ച് സുബോധമുള്ളവരായിരിക്കും. അതേപോലെ തന്നെ ഓരോരുത്തരും തങ്ങളുടെ അതാത് ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടതിൻ്റെയും വരുമാനം നേടേണ്ടതിൻ്റെയും അതേപോലെ തന്നെ കുടുംബത്തെ പുലർത്തേണ്ടതിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി സുബോധത്തോടുകൂടെ പെരുമാറുന്നവരായിരിക്കും പകലിനുള്ള ആളുകൾ, അല്ലെങ്കിൽ വെളിച്ചത്തിൽ വസിക്കുന്നവരെ ആളുകൾ. എന്നാൽ ഇരുളിൽ ഉള്ളവർ അങ്ങനെയല്ല. ഇരുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇരുളിൽ ആളുകൾ ഉറങ്ങുന്നതായ സമൂഹമാണ്. ഇരുളിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. ഇരുളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ ദൈവമാക്കിയിരിക്കുന്നത് പകലിന് വേണ്ടിയാണ്, വെളിച്ചത്തിന് വേണ്ടിയാണ്. ഇവിടെ അക്ഷരികമായ ഒരു പകലോ അല്ലെങ്കിൽ ഒരു ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. അതിനെ നാം ആത്മീയമായി കണ്ടുകൊണ്ട് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പലതവണ നിങ്ങളോട് പല വേദചിന്തകളിലൂടെ പറയുകയുണ്ടായി. ഇരുട്ട് എപ്പോഴും പിശാചിനെയും അവന്റെ അധികാരങ്ങളെയും അവന്റെ രാജ്യത്തെയും കാണിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം എവിടൊക്കെയാണ് വെളിച്ചം, പകല് എന്ന് പറയുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനെയും അവന്റെ കൃപയെയും അവന്റെ പ്രവൃത്തിയെയും ദൈവരാജ്യത്തെയും കാണിക്കുന്നതാണ് പകൽ അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയുന്നതായ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസിലൂടെയും അതേ യേശുക്രിസ്തുവിലൂടെ സുവിശേഷങ്ങളിലും വളരെ വ്യക്തമായി കർത്താവ് നമ്മോട് പറയുന്നു, നമ്മൾ ഇരുളിനുള്ളവരല്ല, നമ്മൾ പകലിലുള്ളവരാണ്. നമ്മൾ ഒരിക്കൽ ഇരുളിലുള്ളവരായിരുന്നു, എന്നാൽ സ്നേഹസമ്പൂർണനായ കർത്താവ് ആ ഇരുട്ടിൽ നിന്ന് നമ്മെ വിടുവിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. ഇത് ഒരിക്കലും നമ്മൾ മറക്കരുതാത്ത ഒരു വിഷയമാണ്. നമ്മൾ പകലിലുള്ളവരാണ് എന്നുള്ള ചിന്ത. 5:6 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ശേഷമുള്ളവരെന്ന് പറയുമ്പോൾ പകലിനുള്ളവരായി ജീവിക്കുന്നവരായ ആളുകൾ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞും അവന്റെ ഉപദേശത്തിനും നിലകൊണ്ടും ആ സുവിശേഷത്തിനും ദൈവവചനത്തിനും അനുസരിച്ച് ജീവിക്കുന്നവരെ പോലെ നമ്മളും ഉറങ്ങാതെ നമ്മൾ ഉണർന്നിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. എപ്പോഴും ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരും ഓർമ്മിക്കുന്നവരും ഏതൊരു വിഷയത്തിന്റെ മുഖത്ത് പോലും ദൈവവചനം എന്താണ് പറയുന്നതെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടെ നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം ഇതിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ഈ ഒരു വിഷയം നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം ചിന്തിച്ചപ്പോൾ ചിന്തിക്കുകയുണ്ടായി.
നാം പകലിനുള്ളവരാകിയാൽ നമ്മളിൽ വെളിപ്പെടേണ്ട കാര്യം വിശ്വാസം, അതായത് കർത്താവിലുള്ള വിശ്വാസം, പരസ്പരമുള്ള വിശ്വാസം, സ്നേഹം. ഇതിനെ ഒരു കവചമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഈ വിശ്വാസവും സ്നേഹവും, കർത്താവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ ദൈവത്തിലുള്ള സ്നേഹവും നമുക്കൊരു കവചമായി തീരും. അത് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ഏതൊരു പ്രശ്നത്തിന്റെ മേഖലയിലും ഇത് നമുക്കൊരു കവചമായി നിന്നുകൊണ്ട് നമ്മെ സൂക്ഷിക്കും. അതേപോലെ തന്നെ രക്ഷയുടെ പ്രത്യാശ നമുക്ക് ശിരസ്ത്രമായി ഇരുന്ന് നമ്മൾ സുബോധത്തോടുകൂടി ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടതായ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം നമ്മൾ ആത്മീയമായി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ആത്മീയമായി തന്നെ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, വിശ്വാസവും സ്നേഹവും അതേപോലെ തന്നെ രക്ഷയുടെ പ്രത്യാശ. കർത്താവ് യേശുക്രിസ്തു എന്നെ വിടുവിച്ചിരിക്കുന്നു, എന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ പ്രത്യാശ എന്ന് മാത്രമല്ല, ഈ നാശോന്മുഖമായ ഈ ലോകത്തു നിന്നും കർത്താവ് എന്നെ വിടുവിച്ച് തൻ്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കുന്നു എന്നുള്ളതായ ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഉറങ്ങുകയില്ല. ഇങ്ങനെയുള്ളവർ ഒരിക്കലും മയങ്ങിപ്പോകത്തില്ല. അവർ പകലിനുള്ളവരെ പോലെ വളരെ ആക്റ്റീവായി, വളരെ ക്രിയാത്മകമായി ദൈവരാജ്യത്തിൽ അവർക്ക് ആയിരിക്കാൻ സാധിക്കും. ആയതുപോലെ തന്നെ നമുക്കുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ആത്മീയമായി ഉറങ്ങുന്നവരും, കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ രാത്രിയിൽ എന്ന പോലെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയോ ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും ദൈവഭയമില്ലാത്തവരായി തീരുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ അപ്രകാരമുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ ദൈവവചന കേൾവിയുടെ നിമിത്തം അവരിൽ നിന്നും അതെല്ലാം മാറി കർത്താവിലുള്ള പ്രത്യാശയിലും അതേപോലെ തന്നെ പകലിനുള്ളവരെന്ന പോലെ അവർ വളരെ ക്രിയാത്മകരായി നടക്കുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.